തീർച്ചയായും ഞങ്ങള് ഇതിനെ സംബന്ധിച്ച് സിൻഡിക്കേറ്റിന്റെ പ്രതികരണം ഞങ്ങളിപ്പം പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണറുടെ നിർദ്ദേശപ്രകാരം വൈസ് ചാൻസലർ കേരള സർവകലാശാല രജിസ്ട്രാർക്ക് എതിരായി എടുത്തിരിക്കുന്ന നടപടി നിലനിൽക്കുന്നതല്ല. കാരണം ആക്ടും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ച് ഡെപ്യൂട്ടി രജിസ്ട്രാറിന് താഴെയുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ സർവകലാശാല വൈസ് ചാൻസലർക്ക് നടപടിയെടുക്കാൻ കഴിയൂ. ഡെപ്യൂട്ടി രജിസ്ട്രാർ മുതൽ മുകളിലോട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാർക്ക് എതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ അത് സിൻഡിക്കേറ്റിന്റെ പരിധിയിലാണ് ആക്ടും സ്റ്റാറ്റ്യൂട്ടും അനുമതി നൽകിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർ ഇപ്പൊ ഇറക്കിയിരിക്കുന്ന ഈ ഉത്തരവിന് കീറക്കടലാസിന്റെ വില പോലും സിൻഡിക്കേറ്റ് കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കേരള സർവകലാശാല ഡോക്ടർ കെ എസ് അനിൽകുമാർ തുടരും. അദ്ദേഹം നാളെയും ഓഫീസിൽ വരും. അദ്ദേഹത്തിന്റെ തനതായിട്ടുള്ള ജോലികൾ തുടരുകയും ചെയ്യും. അത് അംഗീകരിക്കേണ്ട കാര്യമില്ല. മറ്റൊന്ന്, കേരള സർവകലാശാല വൈസ് ചാൻസലർ ആഗ്രഹിക്കുന്നത് പോലെ ഏതെങ്കിലും കേന്ദ്രത്തിലിരുന്ന് RSSന്റെ അജണ്ട കേരള സർവകലാശാലയിൽ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് കേരള സർവകലാശാല അംഗീകരിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതിനെതിരായി ശക്തമായ പ്രതിരോധം കേരള സർവകലാശാലയിൽ തീർക്കും സിൻഡിക്കേറ്റ്. മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് തന്നെ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഒരു ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി എടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ ഒരു ചടങ്ങ് അട്ടിമറിക്കാൻ ശ്രമം നടന്നു, അത്തരത്തിലുള്ള കുറേയധികം ആരോപണങ്ങളും വരുന്നുണ്ട്. മാത്രമല്ല, VCയുടെ ഒരു റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം, ഇത് ഗവർണറോടുള്ള അനാദരവാണെന്നും സർവകലാശാലയുടെ വിശ്വസ്തതയെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണെന്നും. പക്ഷേ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പുകയുമ്പോൾ ഇത് ആരുടെ മേലുള്ള വിശ്വാസ്യതയാണ് ഇല്ലാതാകുന്നത്, അല്ലെങ്കിൽ ആർക്കുമേലുണ്ടായിരുന്ന ഒരു അനാദരവാണ് ചൂണ്ടിക്കാണിക്കുന്നത്? സർവകലാശാല നിയമങ്ങളെ പച്ചയായി വെല്ലുവിളിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പൊ രജിസ്ട്രാർ സസ്പെൻഷനിലൂടെ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സർവകലാശാല വൈസ് ചാൻസലർ ചുമതല വഹിക്കുന്ന ഡോക്ടർ മോഹൻ കുന്നുമൽ റിപ്പോർട്ട് ഗവർണർക്ക് കൊടുത്തു എന്ന് പറയുന്നു. ഇദ്ദേഹവും ഈ പരിധിയിൽ ഉൾപ്പെടുന്ന ആളാണ്, ഈ അന്വേഷണ പരിധിയിൽപ്പെടുന്ന ആളാണ്. അതായത് ഈ ഒരു സംഘടനയ്ക്ക് ഹാൾ കൊടുക്കുന്നതിനകത്ത് സർവകലാശാല വൈസ് ചാൻസലർ ചുമതല വഹിക്കുന്ന മോഹൻ കുന്നുമലും ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹവും ഈ അന്വേഷണ പരിധിയിൽ വരേണ്ട ആളാണ്. അതുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയുക? അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ കത്ത് കൊടുത്തത്, സിൻഡിക്കേറ്റ് അടിയന്തരമായി വിളിച്ചു ചേർക്കണം. കേരള സർവകലാശാല പോലെയുള്ള ഒരു മഹത്തായ സർവകലാശാലയെ അതിന്റെ പേര് മോശപ്പെടുത്തുന്ന രീതിയിലുള്ള തെറ്റായ വിവാദങ്ങൾ ഈ കേരളത്തിൽ ഉയർന്നു വരുമ്പോൾ അതിനെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് സർവകലാശാല സിൻഡിക്കേറ്റാണ്. അതുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണം. ആ നിലയ്ക്കാണ് ഇതിലൊരു വ്യക്തത വരുത്തേണ്ടത്. അതിന് തയ്യാറായിട്ടില്ല വൈസ് ചാൻസലർ. അന്ന് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് സർവകലാശാലയിൽ ഇല്ലാതിരുന്ന വൈസ് ചാൻസലർ എങ്ങോ നിന്നിട്ട് ആരോ ഗൂഢസംഘം പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ഗവർണർക്ക് കൊടുത്ത് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോ രജിസ്ട്രാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അത് തെറ്റായ കാര്യമാണ്. ഇവിടെ എന്താ രജിസ്ട്രാർ ചെയ്ത തെറ്റ്? സർവകലാശാല മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് സെനറ്റ് ഹാൾ ഉപയോഗിച്ച ഒരു സംഘടനയുടെ സംഘാടകരോട് പറഞ്ഞു ഈ പരിപാടി നടത്താൻ പാടില്ല, നിങ്ങൾ തന്ന സത്യവാങ്മൂലത്തിന് വിരുദ്ധമായിട്ടുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടി ഇവിടെ നടത്താൻ പാടില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾ അതിൽ പിന്തിരിയണമെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം അത് ഞങ്ങൾ മാറ്റാം എന്ന് പറഞ്ഞ സംഘാടകർ പിന്നീട് ഏതോ ഒരു കേന്ദ്രം കൊടുത്ത നിർദ്ദേശപ്രകാരം സർവകലാശാല രജിസ്ട്രാറുടെ ഉത്തരവ് ലംഘിച്ചിട്ട് പരിപാടി നടക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ സംഘർഷം ഉണ്ടായത്. അകത്തും പുറത്തും സംഘർഷം ഉണ്ടാവുന്നുണ്ട്. ആ സംഘർഷം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ നടന്ന കാര്യങ്ങൾ കൃത്യമായി ഗവർണറെ അറിയിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേഷന്റെ തലവൻ എന്ന നിലയ്ക്ക് രജിസ്ട്രാറിൽ നിക്ഷിപ്തമാണ്. ആ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിച്ചു. അല്ലാതെ ഗവർണറെ ഏതെങ്കിലും തരത്തിൽ അവഹേളിക്കുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനവും സർവകലാശാല രജിസ്ട്രാറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അത് കൃത്യമാണ്. ഈ ഉത്തരവ് കൊടുത്ത ശേഷവും ഗവർണറെ വിളിച്ചുകൊണ്ട് വന്ന് ഈ പരിപാടി നടത്തി സംഘാടകർ. പക്ഷെ ഗവർണർ ഇവിടെ വന്ന് തിരിച്ചുപോയി. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായില്ല. അപ്പൊ എവിടെയാണ് ഗവർണറെ അവഹേളിച്ചത്? അപ്പൊ അതെല്ലാം ബോധപൂർവ്വം ഉണ്ടാക്കുന്നതാണ്. ഉണ്ടാക്കി RSSന്റെ രാഷ്ട്രീയ അജണ്ട ഈ സർവകലാശാലയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഈ വിവാദം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നിയമവിരുദ്ധ അമിത അധികാര പ്രയോഗം ആണെന്ന് തോന്നുന്നുണ്ടോ? അമിതാധികാര പ്രയോഗമാണ്. കാരണം രാജ്യമാകെ അമിതാധികാര പ്രയോഗമാണെന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേരള സർവകലാശാല അംഗീകരിക്കത്തില്ല. ഇവിടെ ജനാധിപത്യ സംവിധാനങ്ങളുണ്ട്. സർവകലാശാലയുടെ അതോറിറ്റി ഉണ്ട്. അതോറിറ്റി സിൻഡിക്കേറ്റ്, സെനറ്റ്, അക്കാഡമിക് കൗൺസിലാണ്. അവരാണ് ഈ സർവകലാശാലയിൽ
തീരുമാനമെടുക്കുന്നത്, അല്ലാതെ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർ ആയിട്ടുള്ള വൈസ് ചാൻസലർ അല്ല. അതാ ഞാൻ പറഞ്ഞ ഈ വൈസ് ചാൻസലറുടെ ഈ ഉത്തരവിന് കീറക്കടലാസിന്റെ വിലയെ ഞങ്ങൾ കൽപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നാളെ വീണ്ടും രജിസ്ട്രാറായി KS അനിൽകുമാർ കേരള സർവകലാശാലയെ തുടരും. കാരണം KS അനിൽകുമാറിനെ രജിസ്ട്രാറായി നിശ്ചയിച്ചത് കേരള സർവകലാശാല സിൻഡിക്കേറ്റാണ്. ആ സിൻഡിക്കേറ്റ് തീരുമാനിക്കും അദ്ദേഹം തുടരണോ വേണ്ടതെന്ന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.